അത് ഫെയിലർ ആവുകയാണെങ്കിൽ ഉടനെ ഈ പയ്യൻകാർ പറയും അത് എൻ്റെ കുറ്റം കൊണ്ടാണ്, ഞാൻ അന്ന് ആ സമയത്ത് കറക്റ്റായിട്ട് അതായത് ആ പോയിന്റ് ചെയ്തില്ല, പോയിന്റ് നോട്ടീസ് ചെയ്തില്ല, അല്ലെങ്കിൽ അത് ഞാൻ അവിടെ അയച്ചില്ല, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തനിയെ തന്നെ ആ കുറ്റം ഏറ്റെടുത്തോളൂ. പിന്നെ റെഡ് ചെസ്റ്റ്നട്ട്, REDCHEST നട്ട്. ഫിയർ ഓർ ആങ്സൈറ്റി ഫോർ അതേഴ്സ്. അവർക്ക് അവനവനെ പറ്റിയല്ല, മറ്റുള്ളവരെ പറ്റിയാണ് അവരെപ്പോഴും ആങ്ഷ്യസ് ആവുന്നത്. അവര് ഈ റെഡ് ചെസ്റ്റ്നട്ടുകാർ ഒരു ഇதைയും അവര് ദേ ആർ ആങ്ഷ്യസ് അബൌട്ട് അതേഴ്സ്. അപ്പൊ ഇപ്പൊ ഒരു അച്ഛൻ മകന് നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരിക്കും, അച്ഛൻ ബിസിനസ്സുകാരനാണ്, മകൻ നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരിക്കും. ആ കുട്ടിക്ക് എഞ്ചിനീയർ ആവണമെന്നാണ് അവന്റെ മനസ്സിലെ ആഗ്രഹം, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവണമെന്നാണ് മനസ്സിലെ ആഗ്രഹം. പക്ഷെ അച്ഛൻ പറയാണ് നീ ഒരു കാര്യം നീ ബിസിനസ് കൊണ്ട് നടത്തിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ അച്ഛന്റെ ആ ഒരു താല്പര്യത്തിന് വേണ്ടി ആ മകൻ അവന്റെ പഠിത്തം വേണ്ടാന്ന് വെച്ചിട്ട് ഈ ബിസിനസ് ചെയ്യും. റോക്രോസ്, ടെറർ, പാനിക്, എക്സ്ട്രീം ഫ്ലൈറ്റ്. ഈ ഇവിടെ വയനാട്ടിലെ ആ ദുരന്തം വന്നപ്പോൾ അവിടെ മെഡിസിൻ കൊടുക്കാൻ പോയപ്പോൾ ഞാൻ അവിടുത്തെ ഡോക്ടേഴ്സിനോട് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു റോക്രോസ് കൊടുക്കാൻ പറഞ്ഞിരുന്നു. കാരണം അവര് നേരിട്ട് കണ്ട് അനുഭവിച്ചവരാണ്. അപ്പൊ അവർക്ക് അവരുടെ മെന്റൽ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ട് റോക്രോസ് കൊടുക്കാൻ ഞാൻ അന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവിടെ കുറെ പേർക്ക് കൊടുത്തു എന്നും അവര് പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ ROCKROSC, റോക്രോസ്, പാറയിലുണ്ടാവുന്ന റോസപ്പൂവ് എന്നാണ് അതിന് അല്ല കേട്ടോ, അതൊരു ട്രീയാണ്. പിന്നെ റോക്ക് വാട്ടർ, ഞാൻ പറഞ്ഞില്ലേ ഒറ്റൊരു മെഡിസിനേ ഉള്ളൂ പ്ലാന്റ് അല്ലാത്തത്, അതാണ് ഈ റോക്ക് വാട്ടർ. അവര് സെൽഫ് ഡിനയലാണ്. അത് അവർക്ക് എനിക്കത് കിട്ടൂല, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നങ്ങ് പറഞ്ഞിട്ട് അവര് ട്രൈ ചെയ്യേയില്ല ഒറ്റ കാര്യത്തില്. സ്ക്ലീറാൻതസ്, SCLERANTHUS, അൺസർട്ടനിറ്റി, ഇൻഡിസിഷൻ, ഹെസിസ്റ്റൻസി ആൻഡ് ഇംബാലൻസ് ആണ് കീവേഡ്സ്. വേഗം എഴുതിയാൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി വേഗം പറഞ്ഞുതരാം. സ്റ്റാർ ഓഫ് ബെത്ലഹേം, സ്റ്റാർ ഓഫ് ബെത്ലഹേം, BETHLEHEM. ആഫ്റ്റർ ഇഫക്റ്റ് ഓഫ് മെന്റൽ ഓർ ഫിസിക്കൽ ഷോക്ക്. പെട്ടെന്ന് ഒരു ആക്സിഡന്റ് വന്നാല് നമ്മൾ ആർണിക്ക് കൊടുക്കണ പോലെ ഈ സമയത്ത് ഈ സ്റ്റാർ ഓഫ് ബെത്ലഹേം ഒരു 2-3 ഡ്രോപ്പ് അവരുടെ വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്നും കൂടെ അത് ആ ആക്സിഡന്റിനെ ഒന്ന് ഫേസ് ചെയ്യും, അവർക്ക് ആ ഷോക്ക് ഉണ്ടാവില്ല. സ്വീറ്റ് ചെസ്റ്റ്നട്ട്, എക്സ്ട്രീം മെന്റൽ ആംഗിഷ്, ഹോപ്പ്ലെസ്, ഡിസ്പെയർ. സ്വീറ്റ് ചെസ്റ്റ്നട്ട്. പിന്നെ വെർവിയൻ, VERVIAN. സ്ട്രെയിൻ, ടെൻഷൻ, ഓവർ എൻതൂസിയാസം. അവരെല്ലാത്തിനും എല്ലാത്തിനും അവർക്കൊരു ആകാംക്ഷയായിരിക്കും. അത് ശരിയാവോ, അത് ചെയ്യണോ, അത് വേണോ, ഇത് വേണോ, അങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് പറ്റൂല. അതുപോലെ വൈൽ, ഡോമിനേഷൻ ആൻഡ് അംബിഷൻ. വാൽനട്ട്, ലിങ്ക് ബ്രേക്കർ, ഫ്രസ്ട്രേഷൻ. ഈ വാൽനട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഒരു ന്യൂലി മാരീഡ് ആയിട്ടുള്ള ഒരു ഗേള്, അവള് ഒരു വലിയൊരു ഓഫീസറുടെ മകളാണ്. അവര് ഒരു 3-4 ആൺപിള്ളേരുടെ കഴിഞ്ഞിട്ട് ഒരു 5ാമത്തെ ഒരു പെൺകുട്ടി ഉണ്ടായി. അപ്പൊ 5ാമത്തെ കുട്ടി ആകുമ്പോഴത്തേക്കും പെൺകുട്ടി ആകുമ്പോൾ അതിനെ അത്ര ഓമനിച്ചായിരിക്കും വളർത്തിയിട്ടുണ്ടാവുക. ആ കുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നത് ഒരു കർഷകന്റെ മകൻ. ആ മകനും ഈക്വലി എഡ്യൂക്കേറ്റഡ് ആണ്. എന്താണ്, ഈ കുട്ടി എഞ്ചിനീയർ ആയിരിക്കും, അല്ലെങ്കിൽ ആ പയ്യനും എഞ്ചിനീയർ ആയിരിക്കും. അവന്റെ വീട്ടിലേക്കായിരിക്കും ചിലപ്പോൾ അവളെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷെ അവന്റെ പാരൻസ് കൃഷിക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫാമിലി ചെല്ലുമ്പോൾ ഈ കുട്ടിക്ക് അവിടെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കും.
ഇതിൽ ഈ കൃഷിക്കാരൻ്റെ ആ ഒരു അവരുടെ മട്ടുഭാവവും അവരുടെ പെരുമാറ്റങ്ങളൊക്കെ അങ്ങനെയുള്ള സമയത്ത് ആ കുട്ടിക്ക് ഭയങ്കര ഷീ വിൽ ബിക്കം വെരി ഫ്രസ്ട്രേറ്റഡ്. ആ കുട്ടിക്ക് ആകെ എന്താ വേണ്ടതെന്നുള്ളൊരു ഇത് വരും. അത് ഈ വാൽനട്ട് കൊടുത്താൽ ഇത് വരും. ലിങ്ക് ബ്രേക്കർ, പിന്നെ അതുപോലെ ലിങ്ക് ബ്രേക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇപ്പൊ ഒരാൾ ഇപ്പൊ പ്രൊമോഷൻ കിട്ടി, അതിലൊരു ഓഫീസറായി. അപ്പോൾ ആ സമയത്ത് ഈ അവർക്ക് ഇതിന്റെ അതിനുള്ള ഒരു ഇത് കിട്ടുമോ, എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത് അത് തന്നെ ആയാൽ മതിയായിരുന്നു, എനിക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഇരുന്നാൽ മതിയായിരുന്നു, പ്രൊഫസർ ആവേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു ആ ഒരു ഇത് വരുമ്പോൾ നമുക്ക് ഈ ലിങ്ക് ബ്രേക്കർ, അത് ആ ഓൾഡ് ഇതിൽ നിന്ന് അവരൊന്ന് കൈവിട്ട് പുതിയ ഇതിലേക്ക് അവർ മാറാൻ ഈ വാൽനട്ട് നല്ലതാണ്. പിന്നെ വാട്ടർ വയലറ്റ്, അതിന് ഭയങ്കര പ്രൈഡായിരിക്കും അവര്. പിന്നെ വൈറ്റ് ചെസ്റ്റ്നട്ട്, unwanted persistent thoughts, mental argument and conversation. അവർക്ക് വെറുതെ എങ്ങനെ അവർ മെന്റലായിട്ട് അവരിങ്ങനെ ആർഗ്യൂ ചെയ്യാനും വെറുതെ കോൺവെർസേറ്റ് ചെയ്യാനായിട്ട്, അതായത് ഒരു കാര്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എടുത്തിടും. അത് വൈറ്റ് ചെസ്റ്റ്നട്ട്. പിന്നെ വൈൽഡ് ഓട്സ്, OAT, അൺസർട്ടനിറ്റി, ഡെസ്പോണ്ടൻസി, ഡിസ്സാറ്റിസ്ഫാക്ഷൻ, അതാണ് അതിൻ്റെ കീവേഡ്. പിന്നെ വൈൽഡ് റോസ്, അപ്പതി. ലാസ്റ്റ് മെഡിസിനാണ് വില്ലോ. എപ്പോഴും അവർക്കൊരു നീരസം, എല്ലാത്തിലും ഒരു റിസെന്റ്മെന്റ്, പിന്നെ അതുപോലെ തന്നെ ഒരു ബിറ്റർനെസ്, അതാണ് അവരുടെ സ്ഥായിയായ ഒരു ഇത്. പിന്നെ ഈ ബാച്ച് നമ്മുടെ ഈ മെഡിസിൻ എല്ലാം കൂടി ഒരു 7 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യം അവർ ഇത് പറയുന്നത് 7 ഫീലിങ്സ്. ഒന്ന് ഫിയർ, പിന്നെ ഫിയറിനെന്നുള്ളത് ആസ്പൻ, ചെറി പ്ലം, മിമുലസ്, റെഡ് ചെസ്റ്റ്നട്ട്, റോക്രോസ്. ഇത് 5ഉം കൂടി മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. എന്ത് ഫിയർ ആണെങ്കിലും, നോൺ ഫിയർ ആണെങ്കിലും അൺനോൺ ഫിയർ ആണെങ്കിലും, ഇപ്പൊ എക്സാമിനേഷൻ കൊടുക്കുന്ന കുട്ടിക്കൊക്കെ ആണെങ്കിലും ഈ മെഡിസിൻ 5ഉം കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ് ഫോർ ദോസ് ഹു സഫർ അൺസർട്ടനിറ്റി, അവർക്ക് ഒന്നിനും ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല, അങ്ങനെയുള്ളതിന് സെറാറ്റോ, ജെൻഷ്യാന, ഗോൾസ്, ഹോൺബീം, സ്ക്ലീറാന്തസ്, വൈൽഡ് ഓട്ട്. ഫോർ ഇൻസഫിഷ്യന്റ് ഇൻട്രസ്റ്റ് ഇൻ പ്രസന്റ് സർക്കംസ്റ്റൻസസ്, മൂന്നാമത്തെ ഗ്രൂപ്പ് ക്ലെമാറ്റിസ്, ചെസ്റ്റ്നട്ട് ബച്ച്, ഹണിസക്കിൾ, മസ്റ്റേർഡ്, വൈറ്റ് റോസ്, വൈറ്റ് ചെസ്റ്റ്നട്ട്. നാലാമത്തെ ഫോർ ലോൺലിനെസ്, അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമായിരിക്കും, ഹീതർ, ഇംപേഷ്യൻസ്, വാട്ടർ വയലറ്റ്. പിന്നെ ഫോർ ദോസ് ഹു ആർ ഓവർ സെൻസിറ്റീവ് ടു ഇൻഫ്ലുവൻസസ് ആൻഡ് ഐഡിയാസ്, അതിന് അഗ്രിമണി, സെഞ്ചോറി, ഹോളി, വാൽനട്ട്. ഫോർ ഡെസ്പോണ്ടൻസി അല്ലെങ്കിൽ ഡെസ്പെയർ, ക്രാബ് ആപ്പിൾ, ELM, ലാർച്ച്, ഓക്ക്, പൈൻ, സ്റ്റാർ ഓഫ് ബെത്ലഹേം, സ്വീറ്റ് ചെസ്റ്റ്നട്ട്, വില്ലോ. ഫോർ ഓവർ കെയർ ഫോർ ദ വെൽഫെയർ ഓഫ് അതേഴ്സ്, ബീച്ച്, ചിക്കോരി, റോക്ക് വാട്ടർ, വെർബിയൻ ആൻഡ് ബൈൽ. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ അഗ്രിമണിക്കാരുടെ ഇതെല്ലാം വെച്ചാല് അവർക്ക് എത്ര അസുഖം വന്നാലും അവർ ഇപ്പോൾ ഹോം നേഴ്സിനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഈ ഹോം നേഴ്സിന്റെ അടുത്തൊക്കെ അവരുടെ അസുഖമൊക്കെ മറന്ന് വളരെ സന്തോഷമായിട്ട് പെരുമാറും. ചിലരങ്ങനെയല്ല, ഇങ്ങനെ അവരുടെ തല തിന്നാൻ നോക്കും. അഗ്രിമണിക്കാരങ്ങനെയല്ല, അവരെ നോക്കാൻ ഈ ഹോം നേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ ഇത് അബോറൻസ്, ഒരു വെറുപ്പ്, എല്ലാത്തിനോടും ഒരു വെറുപ്പ്.
ഇപ്പൊ ഇനി ഞാൻ ഈ ഡോക്ടർ സുഗതന്റെ ചില ടിപ്സ് ആണ് പറയുന്നത്. അബോറൻസ് അതായത് വെറുപ്പ്, അതിന് ഹോളി. പിന്നെ ഇത് ഈ അഡിക്ഷൻ, ആൽക്കഹോള് അല്ലെങ്കിൽ സ്മോക്കിംഗ് അല്ലെങ്കിൽ ചില ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്ന അങ്ങനെയുള്ള ഒരു ഇതുണ്ടല്ലോ, ആ അഡിക്ഷന് സെഞ്ചുറി. ഈ അഗ്രിമണിയും ഇതിന് ചേരും. പക്ഷെ അവര് ഇതിന് ആൽക്കഹോൾ കണ്ടമാനം ഉപയോഗിക്കും. ആ ഒരു ഇത് മറക്കാൻ വേണ്ടിയിട്ട്, ഈ വറീസ് എല്ലാം മറക്കാൻ വേണ്ടിയിട്ട് അവര് അഡിക്ഷനിൽ വരും. അതിന് അഗ്രിമണി. അതുപോലെ ഇൻഫ്ലുവൻസ്ഡ് ബൈ അതേഴ്സ് അഡ്വൈസ് ആൻഡ് ഫോളോസ് ദം, സെഞ്ചുറി. To break the habit of addiction, walnut. അതുപോലെ സിവിയർ അലർജി, ഹോളി. അലർജി ഫ്രം ഓഡേഴ്സ്, വാൾനട്ട്. ഇതിനൊക്കെ ഈ മെഡിസിനൊക്കെ കുറെ ഡോക്ടറിൻ ഓഫ് സിഗ്നേച്ചർ ഉണ്ട് കേട്ടോ. ഈ വാൾനട്ട് ഉള്ള ചെടി, ഇത് വാൾനട്ട്, അതിൽ ഒരു 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 നല്ല ഒരു ഓർഡർ ഉണ്ടാവും. ഒരു എന്താ പറയണേ, ഒരു സ്മെല്ല്, ഡീപ്പ് സ്മെല്ല് വരും. ആ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ അവിടെ അതിനോട് ചുറ്റുമുള്ള ഇൻസെക്ട്സ്, പിന്നെ അതുപോലെ തന്നെ പ്രാണികളൊക്കെ ആ ഇത് നാറ്റം സഹിക്കാൻ വയ്യാതെ, ആ സ്മെല്ല് സഹിക്കാൻ വയ്യാതെ അവർ ആ വശത്തേക്ക് വരില്ല. അതുപോലെ ചില ചെടികളും ഇവർക്ക് ഈ ഇതിനെ ഈ വാൽനട്ടിന് ദോഷം ചെയ്യുന്ന വിധത്തിലുള്ള ചെടികൾ പോലും ആ ഏരിയയിൽ ഉണ്ടാവില്ല. അലർജി ഫ്രം ഓഡേഴ്സ്, വാൽനട്ട്. അഗ്രവേഷൻ വെൻ അലോൺ, അഗ്രിമണി. അമിനോറിയയ്ക്ക് വാൽനട്ട്. അനീമിയയ്ക്ക് സെഞ്ചോറി, അനീമിയ. പറഞ്ഞില്ലേ, നെവർ അനോയ്സ് അതേഴ്സ്, വേറൊരാളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല, അതിന് അഗ്രിമണി. വയലന്റ് ആങ്കർ വിത്ത് ഫിയർ ഓഫ് ലൂസിങ് കൺട്രോൾ, എസ്പെഷ്യലി വെൻ കൺസോൾഡ്, ഹോളി. ഹിഡൻ ആൻസൈറ്റി, അഗ്രിമണി. നെവർ അപ്പോളജൈസസ്, ഹോളി. അവോയ്ഡ്സ് ആർഗ്യുമെന്റ്സ്, അഗ്രിമണി. ആസ്മ ഫ്രം ഡസ്റ്റ്, ഹോളി. അവേർഷൻ ടു ബിസിനസ്, ടു കമ്പനി, ടു മെമ്പേഴ്സ് ഓഫ് ഫാമിലീസ്, ടു സർട്ടൻ പേഴ്സൺസ്, എല്ലാം ഹോളി. ബെഗ്ഗിങ്, അതായത് ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നത്, യാചിക്കുന്ന പോലെ സംസാരിക്കും, അത് സെഞ്ചുറി. അവരെയാണ് ഒരു ഡോർമാറ്റ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ എപ്പോഴും ബിസി ആയിരിക്കും, അത് അഗ്രിമണി, നമ്മുടെ അർജന്റീന പോലെ. പിന്നെ ബ്രേക്ക് തിങ്സ് വിത്ത് വയലന്റ് ആങ്കർ, ഹോളി. ഡിസയർ കാംനെസ്, അഗ്രിമണി. അത് കലുമിനേറ്റ്, അതായത് എപ്പോഴും അപവാദം പറഞ്ഞുകൊണ്ടൊക്കെ നടക്കും, അതിന് ഹോളി. ചിയർഫുൾ, സെഞ്ചുറി. സെഞ്ചുറി എപ്പോഴും വളരെ ചിയർഫുൾ ആയിരിക്കും. അഗ്രിമണിയും ചിയർഫുൾ ആയിരിക്കും, പക്ഷെ അഗ്രിമണി ആക്ട് ചെയ്യാണ്. യഥാർത്ഥത്തിൽ അവര് ഉള്ളിൽ വേദനയുള്ളവരാ, അവര് വെളിയിൽ അത് കാണിക്കുക. നേരെ മറിച്ച് സെഞ്ചുറി അങ്ങനെയല്ല, സെഞ്ചുറി എപ്പോഴും വളരെ ഹാപ്പിയാ. കംപ്ലൈന്റ് അബൌട്ട് അതേഴ്സ്, ഹോളി. അതേസമയത്ത് നെവർ കംപ്ലൈന്റ് അബൌട്ട് അതേഴ്സ്, സെഞ്ചുറിയും അഗ്രിമണി. സസ്പീഷ്യസ് ഓഫ് കോൺസ്പിരസി, ഹോളി. കണ്ടംപ്റ്റ് ഫോർ അതേഴ്സ്, ഹോളി. എൻജോയ് കോൺവെർസേഷൻ, അഗ്രിമണി. ഹീദറും കോൺവെർസേഷൻ ഇഷ്ടപ്പെടും, അഗ്രിമണി പക്ഷെ സന്തോഷമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഹീദർ അവന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. പിന്നെ കോഫ് ആഫ്റ്റർ ഫീവർ, സെഞ്ചുറി.
എന്താ കാര്യം എന്ന് വെച്ചാൽ ആ ഫീവറിന്റെ സമയത്തും അവന്റെ ആരോഗ്യം നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഇത് പ്രയത്നിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ കോഫ് വരുന്നത്. പിന്നെ കംപ്ലൈൻറ്റ്സ് ആഫ്റ്റർ അക്യൂട്ട് ഡിസീസസ്, അതും ഇതുപോലെ തന്നെ സെൻറ്റോറിയാണ്. ഈ 7 തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ 5-മത്തത് for those who are oversensitive to influences and ideas. അഗ്രിമണി, സെഞ്ചോറി, ഹോളി, വാൽനട്ട് ഒക്കെയാണ്. ഇതില് ഡീറ്റെയിൽ ആയിട്ട് പറയണോ? ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വായിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നിർത്താം. ഇത് പറയണു അശോക്? 1 മണിക്കൂറായി. അതെ. പിന്നെ വേറെന്തെങ്കിലും കേസസ് ആയിട്ട് വല്ലതും പറയാനായിട്ട്, ആദ്യം പറഞ്ഞതുപോലെ കേസസ് വല്ലതും പറയാൻ? അഗ്രിമണിയൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. ഇപ്പൊ എനിക്കറിയാം അവര് ഭയങ്കര ഒരു വല്ലാത്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അവർ വരുന്നതെന്നൊക്കെ അറിയാം. അങ്ങനെയുള്ളവർക്ക് ഇപ്പൊ ഇൻഫെർട്ടിലിറ്റി ഒക്കെ ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്തും ഞാൻ അഗ്രിമണിയും കൂടി അവരറിയാതെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സസ്പീഷനൊക്കെ വരുമ്പോൾ ആ ഹസ്ബൻഡിനും മെഡിസിൻ കൊടുക്കാറുണ്ട്. അല്ലാതെ എനിക്കിങ്ങനെ ഇതുകൊണ്ട് മാത്രം ഒരു കേസ് എന്ന് പറയാൻ പറ്റില്ല അച്ചോ. ഞാൻ മറ്റതിന്റെ കൂട്ടത്തിൽ ഒരു സപ്പോർട്ടീവായിട്ട് ഞാനിത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം ലിക്വിഡ് മെഡിസിൻ ആയിട്ടാണ് കിട്ടുന്നത് തോന്നുന്നല്ലേ? ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. ലിക്വിഡ് ആയിട്ടാണെങ്കിൽ ടാബ്ലറ്റ് ആയിട്ടും കിട്ടും. ലിക്വിഡ് ആയിട്ട് വാങ്ങിക്കുന്നതാണ് നല്ലത്. ലിക്വിഡ് ആയിട്ട് വാങ്ങിച്ച് നമുക്ക് മെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കാം. മെഡിക്കേറ്റ് ചെയ്യാം, നമ്മുടെ ബ്ലഡ് വ്യൂൾസിൽ മെഡിക്കേറ്റ് ചെയ്യാം. ആൽക്കഹോളിൽ തന്നെ ഉള്ളതാണ്. പൊട്ടൻസി ഉള്ളൂ മോളെ. അതായത് വെറുതെ പേര് മാത്രം അഗ്രിമണി എന്ന് എഴുതിയാൽ മതി. ആ ഒരൊറ്റ പൊട്ടൻസി ഉള്ളൂ. എല്ലാം ഒറ്റ പൊട്ടൻസിയേ ഉള്ളൂ. റെപ്പിറ്റേഷൻ എങ്ങനെയാണ് ഡോക്ടർ? എന്തോ എങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ടത്? ഇത് ഫ്രീക്വന്റ് റിപ്പീറ്റ് ചെയ്യണം? അതാണ് റെപ്പറ്റീഷൻ. അതിന് ഒരിക്കലും ഒരു സൈഡ് ഇഫക്റ്റ് ഇല്ലാത്തതാണ്. നമുക്കിപ്പോ റെസ്ക്യൂ റെമഡി നമ്മൾ കൊടുക്കുക, ഞാൻ പറഞ്ഞില്ല അന്ന് ഞങ്ങൾ ആ ഡോക്ടർക്ക് കൊടുത്തത് എവരി 5 minutes ഞങ്ങൾ ഒരു 2-3 ഡ്രോപ്സ് വീതം നാക്കിൽ ഇൻസ് ചെയ്തു. എക്സ്ക്യൂസ് മീ അശോക് സാർ, ഒരു 5 മിനിറ്റ് ഞാനൊരു വാട്ടർ താങ്ക്സ് പറഞ്ഞോട്ടെ? ഇല്ല, എന്തെങ്കിലും ഡൗട്ട്സ് കൂടെ ഉണ്ടെങ്കിൽ ഡൗട്ട് അല്ല പിന്നെ അഗ്രിമണിയെ പറ്റി ഒരു ചെറിയ ഒരു ഇത് എഴുതിയേക്കണ വേണമെങ്കിൽ വായിച്ചു തരാം. ഒരു പിക്ചർ കിട്ടുമോ നിങ്ങൾക്ക്? ഈ അഗ്രിമണി ചിൽഡ്രൻ ഉണ്ടല്ലോ, ചിൽഡ്രന്റെ സ്വഭാവമാണ് പിള്ളേർക്ക്. ഈ അഗ്രിമണിക്കാർക്ക് അവര് ഭയങ്കരമായിട്ട് നമ്മൾ വിചാരിക്കുന്ന നേരത്തെ അവര് വഴക്കുണ്ടാക്കണേ കാണാം. അതിനുള്ളിൽ തന്നെ അവര് പിന്നെയും അത് മറന്ന് വളരെ സന്തോഷമായിട്ട് പെരുമാറുന്നേയും കാണാം. ഈ അഗ്രിമണി അങ്ങനത്തെ ഒരു വളരെ ഓവർ സെൻസിറ്റീവ് ആണെങ്കിലും അവർ പെട്ടെന്ന് മറക്കും. അവർ ദേഷ്യപ്പെടുമെങ്കിലും അവർ മറക്കും. നമ്മുടെ നക്സോമിക്ക് പറഞ്ഞ പോലെയാ. ആ നിമിഷത്തിൽ എത്ര ദേഷ്യപ്പെട്ടാലും അവര് പിന്നത്തെ നിമിഷത്തിൽ അവര് മറന്നുപോകും. Agrimony is oversensitive to influences and ideas, but they never show it. They are peace-loving people, and they are distressed by quarrels, arguments, but they do not speak of them to others. The true optimist and peacemaker and really carefree. Agrimony should be given for the ability to bear the pain cheerfully. അതാണ് അഗ്രിമണിയെ പറ്റി ഒരു ചെറിയ ഒരു ഇത്.
ഈ എന്റെ കയ്യിൽ ഈ റെസ്ക്യൂ റെമഡി ഇരിപ്പുണ്ട്. അത് അപ്പൊ ഏതൊക്കെ കേസുകൾ, അത് എന്ത് കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ മെയിൻ ആയിട്ട്, ഞാൻ ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. അപ്പൊ എങ്ങനെ വരുമ്പോഴും അത് കൊടുക്കണ്ടെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അത് അതന്നെ കൊടുത്തിട്ടില്ല. പറഞ്ഞു, അപ്പൊ ഞാൻ അത് അതിന്റെ ആ ഏത് കീവേഡ്സ് പറഞ്ഞില്ലേ മോനെ, ആ അല്ല ആ റെസ്ക്യൂ കീവേഡ്സ് റെമഡി ആയിട്ട് പറഞ്ഞില്ലേ. തന്നെ, റെസ്ക്യൂ എന്തോ റെമഡി ആയിട്ട് ആയിട്ടായിരിക്കുന്നത്. റെസ്ക്യൂ റെമഡി അത് റെസ്ക്യൂ റെമഡി അല്ലേ? ആ അത് ഏത് ഇപ്പൊ നമ്മുടെ അക്കണൈറ്റ് യൂസ് ചെയ്യുന്ന പോലെയാണ്. അക്കണൈറ്റ് ആ പക്ഷെ നമുക്ക് ആ ഒരു മെന്റൽ ഇത് ഇല്ലെങ്കിൽ അക്കണൈറ്റ് വർക്ക് ചെയ്യില്ലെന്നാണ്. ആ ഇത് അങ്ങനെയല്ല. ഏത് ആ ഒരു ഇതില് നമുക്ക് സഡൻ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മെഡിസിനാണ്. കുട്ടി പെട്ടെന്ന് ഒരു ആക്സിഡന്റ്, ഇപ്പൊ ഒരു സൈക്കിളിൽ പോണ കുട്ടിക്ക് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് വന്നാൽ നമ്മൾ അഫ്കോഴ്സ് അറിയിക്കുക കാലറിലെയും എല്ലാം കൊടുക്കും. പക്ഷെ ആ സമയത്ത് ഈ റെസ്ക്യൂ റെമഡിയാണ് ഏറ്റവും നമ്മൾ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആ ഷോക്ക് ഉണ്ടാവില്ല. നമ്മൾ എന്തായാലും ഇപ്പൊ നമ്മൾ സ്റ്റെയർകേസിൽ നിന്ന് വീണു അല്ലെങ്കിൽ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ആ ഷോക്ക് ഉണ്ടല്ലോ, അത് ഉണ്ടാവില്ല ഈ റെസ്ക്യൂ റെമഡി കൊടുത്താൽ. ഓക്കെ ഓക്കെ, താങ്ക് യു ഡോക്ടർ, താങ്ക് യു. ഓരോ മെഡിസിനും അതിന്റെ ആ കീവേഡ് ആദ്യം മനസ്സിലാക്കുക. ഇപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എനിക്കിപ്പോ ഈ 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ കീവേഡ് പറഞ്ഞാൽ ഇപ്പൊ അഗ്രിമണി, മെന്റൽ വറീസ് ഓർ ടോർച്ചർ ഹിഡൻ ഫ്രം അതേഴ്സ്. മറ്റുള്ളവരുടെ അവർക്ക് ഭയങ്കര ദുഃഖമുണ്ട്, പക്ഷെ അവര് ഭയങ്കര ചിരിച്ച് സന്തോഷത്തോടെ കാണിക്കുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതാണ് അഗ്രിമണിയുടെ ഇത്. അതേസമയത്ത് ഇതില് ഈ സീതരാണെങ്കിൽ ഈ എന്താ പറയണേ, അവരുടെ ഇത് മുഴുവനും ദുഃഖവും ദുരിതവും പ്രാരബ്ധവും ഒക്കെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടക്കും. രണ്ടുപേർക്കും ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമല്ല. പക്ഷെ ഒരാൾ ഒറ്റയ്ക്ക് ഇരിക്കാത്തത് അവരുടെ സുഖവും ദുരിതവും ഒക്കെ പറയാൻ വേണ്ടിയാ. പക്ഷെ മറ്റവരങ്ങനെയല്ല, അവരെപ്പോഴും cheerful ആയിട്ട് കാണിക്കും. അവർക്കുള്ളിൽ വേദന ഉണ്ടെങ്കിലും അവര് cheerful ആയിട്ട് കാണിക്കും. Rescue remedy, doctor, rescue remedy for any tension, any problems of ladies ന് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ ആ ഡോക്ടർ റെസ്ക്യൂ റെമഡി? അതെ, നേരത്തെ ഒരു ലേഡീസിന് ഡോക്ടർ മാത്രമല്ല ചോദിച്ചില്ലേ? സൂര്യ, ലേഡീസിന് മാത്രമല്ല എല്ലാവർക്കും കൊടുക്കാതെ. അല്ല, ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത് ലേഡീസിന് ഒത്തിരി ഇമോഷണൽ സപ്രഷൻസും ഒത്തിരി ഇമോഷണൽ പ്രോബ്ലംസ് അങ്ങനെ ടെൻഷൻ വരുമ്പോൾ, വരുമ്പോ അതെ, അഫ്കോഴ്സ്. അങ്ങനെ ടെൻഷൻ വരുമ്പോൾ ഈ റെസ്ക്യൂ റെമഡി മാത്രം, പക്ഷെ അത് മെഡിക്കേറ്റഡ് പില്ലായിട്ടല്ല, 5 drops 3 times daily അങ്ങനെ കൊടുത്താൽ വളരെ മെന്റലി ഒത്തിരി ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് ഞാനിപ്പോഴും ഈ മെഡിസിൻ കൊടുക്കുന്നത് ഞാൻ ഡ്രോപ്പ് ആയിട്ട് തന്നെയാ കൊടുക്കാറ്. ഒരു 3 drops വാട്ടർ each. ഡോസ് ആണ് കുറച്ചുകൂടെ റിസൾട്ട് ഡോക്ടർ. നേരത്തെ ഒരു ഡോക്ടർ ചോദിച്ചില്ലേ റെസ്ക്യൂ റെമഡി, അതിന് ഞാൻ ഓക്കെ മറുപടി ഓക്കെ, പറഞ്ഞാണേ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. അതാണ് ഞാനൊരു ഇപ്പൊ ടാബ്ലറ്റ് പേഷ്യന്റിന് പിൽസ് ആയിട്ട് കൊടുക്കുന്നതിനെക്കാട്ടിലും ലിക്വിഡ് ആയിട്ട് ഇപ്പൊ ഞാൻ 5 ml ആണ് കൊടുത്തയക്കുക. അവർക്ക് ഒരു 3 drops വെച്ച് 4 times കഴിക്കാൻ പറയും, വെള്ളത്തിലൊഴിച്ച്. ഓക്കെ കേസസ് നല്ലപോലെ നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കരമായിട്ട് പറ്റും. ഒന്നും ഈ ഹീതർ വാൽനട്ട് അങ്ങനെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ റെസ്ക്യൂ റെമഡിയിൽ 5 മെഡിസിൻസ് ചേർന്നതല്ലേ, അപ്പൊ ആ റെസ്ക്യൂ റെമഡി കൊടുത്താൽ അതെ, ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. അതെ, അത് തീർച്ചയായിട്ടും. ഞാൻ എന്റെ ഒരു പേഷ്യന്റ് ദുബായിൽ നിന്ന് വന്ന സ്റ്റാർ ഓഫ് ബെത്ലഹേം, റോക്രോസ്, ക്ലമാറ്റിസ്, ചെറിപ്ലം, ഇംപേഷ്യൻസ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്താണ് റെസ്ക്യൂ റെമഡി. 5 drops എങ്കിലും വേണ്ടേ ഡോക്ടർ? 3 drops മതി. അതാണ്. അല്ല, ഞാൻ 3 drops കൊടുക്കാറുള്ളൂ കേട്ടോ. 3 drops 4 times a day കൊടുക്കും ഞാൻ. പക്ഷെ അത് നമ്മൾ മെഡിസിൻ സപ്പോർട്ടീവായിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ ഒക്കെ കൊടുക്കും. മെന്റൽ സിംറ്റംസിന് ഞങ്ങൾ കൂടുതൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും കൊടുക്കാതെ റെസ്ക്യൂ റെമഡി കൊടുത്ത് ഒരു ഇഗ്നീഷ്യ, നാട്രമോറോ, സ്റ്റാഫിയാണോ അങ്ങനെ തോന്നുമ്പോൾ അതുകൂടെ ആഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഭയങ്കരമായിട്ട് ഒളിച്ചിരിക്കുന്ന, ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുന്നവര് ബ്രേക്കപ്പ് ചെയ്യും, നല്ലതുപോലെ ഇതായി വരും. എനിക്ക് ദുബായിൽ നിന്ന് വന്ന ഒരു നേഴ്സ് അവിടെ IC യൂണിറ്റിൽ വർക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് മുറിക്കകത്ത് ഇരുട്ടത്ത് അടച്ചിരിക്കുക. മക്കളെ നോക്കത്തില്ല, അമ്മയെ നോക്കത്തില്ല, വീട്ടുകാരോ കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കത്തില്ല. വെറും റെസ്ക്യൂ റെമഡിയിൽ മാത്രമാണ് ഞാൻ അവരെ റെഡിയാക്കി എടുത്തത്. അവരിപ്പോ മെഡിസിറ്റിയിൽ വർക്ക് ചെയ്യുക. പക്ഷെ ഒരു ലോങ് ടേം ഒരു 6 months മെഡിസിൻ കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് വലിയ ബ്രേക്ക് വരുമ്പോ മാത്രം. വളരെ നല്ലതാണ് സൂര്യ. സ്വീറ്റ് ചെസ്റ്റ്നട്ട്, അത് ഈ സ്വീറ്റ് ചെസ്റ്റ്നട്ട് നല്ലതാണ്. എക്സ്ട്രീം മെന്റൽ ആംഗ്വിഷ്, ഹോപ്പ്ലെസ് ആൻഡ് ഡെസ്പെയർ. അവർ ഓവർ വർക്ക് കൊണ്ട് അവരങ്ങോട്ട് ടയേർഡ് ആവുകയാണ്. പ്രത്യേകിച്ച് ICUലൊക്കെ വർക്ക് ചെയ്യുന്ന വെച്ചാൽ അവർ ഈ ദുഃഖം കണ്ടിരിക്കുന്നവരല്ലേ. അല്ല ഡോക്ടർ, ഇവിടെ ആ കുട്ടിക്ക് ICUല് വർക്ക് ചെയ്തതിന്റെ ടെൻഷൻ വച്ചല്ല, ICUല് നല്ല മെഡിക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കൊച്ച് ഹസ്ബൻഡിന്റെ വീട്ടുകാരുടെ ടോർച്ചറിങ് കാരണം മെന്റലി ഡിപ്രസ്ഡ് ആയി പോയത്. അപ്പൊ അവർക്ക് അഗ്രിമണി കൊടുത്തിട്ട് ഇത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കൊടുക്കണം. റെമഡി മാത്രമേ കൊടുത്തുള്ളൂ. ഓക്കെ.
ഓക്കെ ഓക്കെ ഡോക്ടർ. സൂര്യ ഡോക്ടറെ, ഈ പിന്നെ റെസ്ക്യൂ പിന്നെ നമ്മൾ ഈ പറഞ്ഞ മെഡിസിൻസ് ഒക്കെ അവിടെ ഉണ്ടോ? എല്ലാ മെഡിസിൻസും? എന്റെ ക്ലിനിക്കിൽ 38 ഉണ്ട് ഡോക്ടറെ. കാരണം എനിക്ക് ഒത്തിരി സൈക്കിക് പേഷ്യൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഒരുപാട് ഈ മെഡിസിൻസ് യൂസ് ചെയ്യുന്നതാണ്. 38+1 39 മെഡിസിൻസ് അല്ലേ സൂര്യ? അതെ, 38+1 അതും എല്ലാം ഉണ്ട് ഡോക്ടർ. ഇത് ഏത് കമ്പനിയാ ഇത് ഇറക്കുന്നത്? നമുക്ക് ഞാൻ സെന്റ് ജോർജിന്റെ കുറച്ച് വില കൂടുതലാണ്. പക്ഷെ സെന്റ് ജോർജിന്റെ ആണ് കുറച്ചുകൂടെ. ഇത് ബഹോളയുടെ ഒക്കെ ഉണ്ട്, അത് അത്രത്തോളം ഇതല്ല. ഞാൻ എടുത്തിട്ടില്ല ഡോക്ടർ. ഞാൻ ഇത്തിരി മെഡിസിൻ അതിന്റെ ക്വാളിറ്റി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് സെന്റ് ജോർജ് ആണ്. സെന്റ് ജോർജിന്റെ ആണ് നല്ലത്. ഒരു ഔൺസിന് തന്നെ 70 രൂപയോളം ആവും, 70-80 രൂപയോളം ആവും. വേറെന്തെങ്കിലും ആഡ് ചെയ്യാനോ ഇല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനോ ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ സമയം എടുക്കാം. നമുക്ക് 9:45 കഴിയുമ്പോൾ വൈൻഡ് അപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞത് ഡോക്ടർ, നമ്മൾ ഈ ഓരോന്നും പഠിച്ച് അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മെഡിസിൻ വേറെ ഏതെങ്കിലും കിട്ടി അതിന്റെ കൂടെ റെസ്ക്യൂ റെമഡി കൂടെ ആഡ് ചെയ്താൽ ഒന്നും സംഭവിക്കത്തില്ല. നല്ല കേസ് നല്ല ക്ലിയർ ആയിട്ട് വരും. അത് പറഞ്ഞതാ. ഓക്കെ. ആ മെന്റൽ ഇതിന് ശരിക്കും നമുക്ക് ആ ഒരു ഇത് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പൊ സെറാറ്റൊക്കെ ആണെങ്കിൽ ഭയങ്കര വെച്ചാൽ എപ്പം എല്ലാം ഡൗട്ടാണ്, ഫൂളിഷ്നസ്. അവര് എന്താ പറയണേ, ഒരു തീരുമാനവും അവരെടുക്കില്ല. അഥവാ എടുത്താൽ അത് വിട്ടിത്തായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ അതിന്റെ കൂട്ടത്തിൽ തന്നെ റെസ്ക്യൂ റെമഡി കൊടുക്കാം, അല്ലെങ്കിൽ ആ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ കൊടുക്കാം. ഡോക്ടറെ, ഈ സ്ക്ലിറാൻഡസ് എന്ന് പറഞ്ഞ മെഡിസിന്റെ ഇൻഡിക്കേഷൻ എന്തായിരുന്നു? ഇതിന്റെ സ്ക്ലിറാൻഡസിന് എന്താണ്, ഒരു മിനിറ്റ്, അൺസർട്ടനിറ്റി, ഒരു മിനിറ്റ് നോക്കട്ടെ. സ്ക്ലിറാൻഡസ് അൺസർട്ടനിറ്റി, ഇൻഡിസിഷൻ, റെസിസ്റ്റൻസി ആൻഡ് ഇംബാലൻസ്. ഒന്നും ശരിയായില്ല എന്നുള്ളൊരു തോന്നല്. അൺസർട്ടനിറ്റി, ഇൻഡിസിഷൻ, ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. റെസിസ്റ്റൻസി, ഒരു ഇത്, ഇംബാലൻസ്. ഡോക്ടർ, അതിന് തൊട്ടുമ്പേ ആ റോക്ക് വാട്ടർ പറഞ്ഞതിന് ശേഷം സ്ക്ലിറാൻഡസിന്റെ ഇടയിൽ ഒരെണ്ണം പറഞ്ഞ ഏതായിരുന്നു? ട്രൈ ചെയ്യില്ല, എനിക്ക് അത് കിട്ടത്തില്ലെന്നുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, അത് ഏതാ പറഞ്ഞേ? അതന്നെ റോക്ക് വാട്ടർ അല്ലേ? മെന്റൽ എന്താ ഹോപ്പ്ലെസ്, സ്വീറ്റ് ചെസ്റ്റ്നട്ട്. റോക്ക് വാട്ടർ കഴിഞ്ഞ ഉടനെ പറഞ്ഞത് ഏത് മെഡിസിനാ? റോക്ക് വാട്ടർ കഴിഞ്ഞ് പറഞ്ഞത് സ്ക്ലിറാൻഡസ് ആണ് പറഞ്ഞത്. ഈ സ്വീറ്റ് ചെസ്റ്റ്നട്ടിനാണ് എക്സ്ട്രീം മെന്റൽ ആംഗ്വിഷ്, ഹോപ്പ്ലെസ് ആൻഡ് ഡെസ്പെയർ. ഞാൻ അത് വായിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് സ്വീറ്റ് ആണ്, പക്ഷെ അവന്റെ ഇത് മുഴുവനും. പിന്നെ ഈ മെഡിസിൻ എല്ലാം ഡോക്ടറിൻ ഓഫ് സിഗ്നേച്ചർ ഉണ്ട്. ഇപ്പൊ അഗ്രിമണി എന്ന് വെച്ചാല് ഈ ചെടി, ഈ മരം നേരെ മുകളിലേക്കാണ് വളരുക. ആ നേരെ മുകളിലേക്ക് വളരുമ്പോൾ അതായത് അത് ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഇപ്പൊ ഇവര് ദേ ആർ നോട്ട് ഷോയിങ് ദെയർ വറീസ് ആൻഡ് ടോർച്ചേഴ്സ് ടു അതേഴ്സ്. അവര് ഉള്ളിൽ തന്നെ വെച്ചോണ്ട് ദൈവം തന്നെ മാറ്റട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഇതിലാണ് അവരിയ്ക്കുന്നത്. ഈ അഗ്രിമണി ചെടിയും അങ്ങനെയാണ്. അതായത് അതിങ്ങനെ നേരെ ഒരു ഇതായിട്ട് പോകും. നമ്മള് ഗോപുരമൊക്കെ ഇല്ലേ, ചർച്ചിന്റെ ഒക്കെ സ്റ്റീപ്പിള് പോലെ പോയിട്ട്, അതായത് ആസ് ഇഫ് ദേ ആർ കൺവിൻസിങ് ദെയർ ടോർച്ചേഴ്സ് ആൻഡ് ദെയർ തോട്ട്സ് ആൻഡ് ഓൾ ടു ഗോഡ് ഓർ ഹെവൻലി അബോർഡ് എന്നുള്ള മട്ടാണ്. ആ ഡോക്ട്രിൻ ഓഫ് സിഗ്നേച്ചർ നോക്കിയിട്ടാണ് ഈ ബാച്ച് ഈ മെഡിസിൻ കണ്ടുപിടിച്ചേക്കുന്നത്. ഹലോ മാം, നാർസിസ്റ്റ് ക്യാരക്ടറിനൊക്കെ എന്ത് മെഡിസിൻ, ഫ്ലവർ ബാച്ചിന് മെഡി ഉണ്ടെന്നുള്ളൂ? ഏതാ നാർസിസ്റ്റ് ക്യാരക്ടർ? നാർസിസ്റ്റിക് ക്യാരക്ടർ അവര് ഹോളിയാണ്. അവര് ഭയങ്കര അവർക്ക് ഭയങ്കര എല്ലാരോടും ഒരു വെറുപ്പും ഒക്കെ അല്ലേ അവർക്ക്. രണ്ട് ഫേസ് ഉണ്ടാവുമല്ലോ അവർക്ക്. അവര് അതുപോലെ തന്നെ ഹീദർ അതുപോലെ സെൽഫ് സെന്റേർഡ് ആണ്, സെൽഫ് കൺസേൺ ആണ്. ഹോളി ഹീദറൊക്കെ കൊടുക്കാം.
താങ്ക് യു. മാഡം ഈ ഫിയറിന് ഒരു 5 മെഡിസിൻസ് പറഞ്ഞില്ലേ ഫീലിങ്സില്, അത് 5 ഏതൊക്കെയായിരുന്നു? ഫിയറിന്റെ ആസ്പിൻ, ചെറി പ്ലം, മിമുലസ്, ചെസ്റ്റ്നട്ട്. ചെറി പ്ലം, മിമുലസ്, ചെസ്റ്റ്നട്ട്. ചെറി പ്ലം, മിമുലസ്, റെഡ് ചെസ്റ്റ്നട്ട്, റോക്ക് റോസ്. താങ്ക് യു. ഗുഡ് ഈവനിങ് മാഡം. ഞാൻ റെസ്ക്യൂ റെമഡി കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ആയിട്ട് ആൻസിഡിക്ക് കൊടുത്തിട്ട് മാറിയില്ലായിരുന്നു. ഇപ്പോഴും പറയുന്നത് രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര നെഞ്ചിടിപ്പ്, ജോലിക്ക് ഭയങ്കര പ്രഷർ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ആൻസിറ്റി ഇതുവരെ മാറിയിട്ടില്ല. ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് ഒക്കെ എപ്പോഴും. അപ്പം 2 times a day ആണ് കൊടുത്തത്. അപ്പൊ അത് 4 times ഈ തേർഡ് ഗ്രൂപ്പ് 2 കൊടുക്കൂ. ഫോർ ദോസ് ഹൂ സഫർ അൺസർട്ടനിറ്റി. ഇതിലപ്പ അവർക്ക് എപ്പോഴും ആങ്ഷ്യസോ ഒരു അൺസർട്ടനിറ്റി അല്ലേ, അവർക്ക് ഒന്നും ശരിയാവുന്നില്ല തോന്നലല്ലേ അതില്. ഇതില് കൊടുക്കാം സെറാറ്റോ, ജെൻഷ്യാന, ഗോഴ്സ്, ഹോൺബീം, സ്ക്ലീറാന്തസ്, വൈറ്റ് ഡോട്ട് ഒക്കെ ചേർന്ന് അത് കൊടുക്കും. അൺസർട്ടനിറ്റിക്ക് അവർക്കൊന്നും ശരിയായില്ല എന്നുള്ള തോന്നലല്ലേ. അതല്ല ഇൻസഫിഷ്യന്റ് ഇൻട്രസ്റ്റ് ഇൻ പ്രസന്റ് സർക്കംസ്റ്റൻസ് ആണെങ്കിൽ വേറെ മെഡിസിൻ ആണ്. അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ലെങ്കിൽ. അതേത് മെഡിസിൻ? ഏത്? അത് 3ാമത്തെ ഗ്രൂപ്പ്. ഫോർ ഇൻസഫിഷ്യന്റ് ഇൻട്രസ്റ്റ് ഇൻ പ്രസന്റ് സർക്കംസ്റ്റൻസസ്. ക്ലെമാറ്റിസ്, ചെസ്റ്റ്നട്ട് ബഡ്, ഹണിസക്കിൾ, മസ്റ്റാർഡ്, വൈറ്റ് റോസ്, വൈറ്റ് ചെസ്റ്റ്നട്ട്. പിന്നെ ഇതില് ഈ ഓവർ സെൻസിറ്റിവിറ്റി ഇൻഫ്ലുവൻസസ് ആൻഡ് ഐഡിയാസ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ ഈ അഗ്രിമണിയൊക്കെയാണ് വരിക. പിന്നെ ഈ ഡെസ്പോണ്ടൻസി, അവർ ഡെസ്പെയർ ആണ്, അവർക്ക് ഒന്നിനും ഒരു ഇതില്ല എന്ന് വരികയാണെങ്കിൽ അതിന് പറ്റുന്നത് 6ാമത്തെ ഗ്രൂപ്പാണ്. ക്രാബ് ആപ്പിൾ, ലാർച്ച് ഓക്ക്, പൈൻ, സ്റ്റാർ ഓഫ് ബെത്ലഹേം, സ്വീറ്റ് ചെസ്റ്റ്നട്ട് ആൻഡ് വില്ലോ. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഓക്കെ മാഡം, 3ാമത്തെ ഗ്രൂപ്പ് അതിന് ഹെഡിങ് എന്തായിരുന്നു? എന്തോ? തേർഡ് ഗ്രൂപ്പിന്റെ ഹെഡിങ്. ഹലോ, 3ാമത്തെ ഗ്രൂപ്പ് ഏത് ഹെഡിങ്ങിൽ വരുമെന്നാണ് ചോദിച്ചത്. 3ാമത്തെ ഗ്രൂപ്പോ ഫോർ ഇൻസഫിഷ്യന്റ് ഇൻട്രസ്റ്റ് ഇൻ പ്രസന്റ് സർക്കംസ്റ്റൻസസ്. അങ്ങനെ മെഡിസിൻസ് ഒന്ന് പറയാമോ? ക്ലെമാറ്റിസ്, ചെസ്റ്റ്നട്ട് ബഡ്, CLEMATIS, ചെസ്റ്റ്നട്ട് ബഡ്, CHEST NUT BUD, ഹണിസക്കിൾ HONEYSUCKLE, മസ്റ്റാർഡ്, വൈൽഡ് റോസ്, വൈറ്റ് ചെസ്റ്റ്നട്ട്. ഈ 7 ഗ്രൂപ്പ് നോക്കിയിട്ട് നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുണ്ട്. ഇതിനൊക്കെ പുറമെ സൂര്യ പറഞ്ഞ പോലെ റെസ്ക്യൂ റെമഡി എല്ലാത്തിനും വളരെ നല്ല ഒരു മെഡിസിനാണ്. അമ്മ ആരാ? വേറെ ഡൗട്ട്സ്? ശാന്ത മാഡം ഇടയ്ക്ക് കയറിയിരുന്നു, ഉണ്ടോന്ന് എനിക്കറിയില്ല. ശാന്ത മാഡം ഉണ്ടോ? ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. ശാന്ത എവിടേക്ക് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതാ. ഇടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അനീഷ ഡോക്ടർക്ക് എന്താ ചോദിക്കാറുള്ളത്? അനീഷ ഡോക്ടറെ, വേറെ ഡൗട്ട്സ് ഒക്കെ ഒരുപാട് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കാര്യം ഒരു ചെറിയ ഐഡിയ ആയിട്ടേ ഉള്ളൂ. എങ്കിലും നമുക്ക് ഇന്നിപ്പോ സമയപരിമിതി ഉള്ളത് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കണം. ഒരു മെഡിസിൻ ഒരു ദിവസം പറയണം, എന്നാലേ അതിന്റെ ഫുൾ ഇത് കിട്ടുള്ളൂ. ഒരു ഐഡിയ ഒന്നുകൂടെ വരുത്തേണ്ടതുണ്ട്. നമുക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കാം. ഒന്ന് വൈൻഡപ്പ് ചെയ്ത് ഒരു നന്ദി പറഞ്ഞോളൂ. ആരാ? സൂര്യ ഡോക്ടർ തന്നെ. ഒരു ഐഡിയ ഇട്ട് കൊടുക്കാന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ അശോക്. തീർച്ചയായിട്ടും
അറിയാം. എല്ലാം കൂടെ ഒന്നിച്ച് പറയുമ്പോൾ മൊത്തത്തിലൊരു ഇത് എല്ലാവരും വായിക്കട്ടെ. പുസ്തകങ്ങൾ ധാരാളം ഉണ്ട്. ബാച്ചുലർ അതന്നെ റെമഡീസിനെ കുറിച്ച് നമ്മള് ധാരാളം ബുക്സ് അതെ ഉണ്ട്. ഇപ്പം ഇവിടെ പറഞ്ഞതുപോലെ സുഗതൻ ഡോക്ടറുടെ ബുക്കിന്റെ കാര്യവും പറഞ്ഞു. അതും നമുക്ക് വലിയ വിലയില്ലാത്തൊരു ബുക്കാണ്. ബാക്കി ഈ പറഞ്ഞ ഹോമിയോ ബുക്ക് സ്റ്റാളുകളിലെല്ലാം ബാച്ചുലർ റെമഡീസിനെ കുറിച്ചുള്ള ബുക്കുകളുണ്ട്. ഞാൻ ആ മെഡിസിന്റെ ലിസ്റ്റ് ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം, എല്ലാവർക്കും ഇടാം. കാര്യം അപ്പം ആർക്കെങ്കിലും എഴുതിയെടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോ എല്ലാവർക്കും വേണ്ടി ഡോക്ടർ സൂര്യ രാധാകൃഷ്ണൻ ഒരു നന്ദി അവസാനിപ്പിക്കും. ഈ ക്ലാസ്സിൽ എടുത്ത രമാദേവി ഡോക്ടർ ക്ലാസ് ഒത്തിരി നല്ലതായിരുന്നു. പക്ഷെ ഇൻ ഷോർട്ട് ആയി പോയി. കുറച്ച് കേസസ് ഡോക്ടർ പറയണമെന്ന് തോന്നുന്നു. എന്നാലേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവത്തുള്ളൂ ഡോക്ടറെ. അപ്പോൾ ഈ ക്ലാസ് എടുത്ത ഡോക്ടർക്ക് ഞാൻ എൻ്റെ പേരിലും ഇതിന്റെ എന്താണ് ഈ ഗ്രൂപ്പിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് ഇങ്ങനെയൊന്നും പറയാൻ സൂര്യ ഡോക്ടർ ഒരുപാട് പിന്നെ എക്സ്പീരിയൻസ് ഉള്ള കൂട്ടത്തിലാണ്. ഇതുപോലുള്ള കേസസ് ഒക്കെ ഒന്ന് റെഡി ആകണം കേട്ടോ. അങ്ങനെ എനിക്ക് ഡോക്ടറെ ഞാൻ ഈ പറയുന്നത് ഡോക്ടർ, ഞാൻ ഈ കേസസ് എടുക്കുന്നത് മീൻസ് ഞാൻ ഏതറ്റം വരെയും പോകുന്നുള്ള രീതിയിൽ മെഡിസിൻസ് മാറി മാറിയൊക്കെ കൊടുത്തു നോക്കും. പക്ഷെ അതൊന്നും നമ്മുടെ പുതിയ ജനറേഷനോടൊക്കെ പറഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഒതുങ്ങി നിൽക്കുന്നത്. ഉൾക്കൊള്ളുന്നവർ ഉൾക്കൊള്ളും. നമ്മളുടെ അനുഭവങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് പറയാ. ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മള് ഇപ്പൊ ഞാൻ പറയാ, ഞാനൊരു ക്ലാസിക്കൽ ഹോമിയോപ്പത്ത് ആണെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളോട് പറഞ്ഞ് ഞാൻ ഒറ്റ മെഡിസിനെ കൊടുക്കുള്ളൂ, സിംഗിൾ ഡോസ്, സിംഗിൾ മെഡിസിൻ, സിംഗിൾ ഡോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു 4 മെഡിസിനും കൊടുത്ത് പേറ്റന്റും കൊടുത്ത് ഒക്കെ കൊടുത്ത് ഞാൻ എങ്ങനെ ഉണ്ടാവും? അതിനെക്കാട്ടിലും നല്ലത് ഞാൻ 4 മെഡിസിൻ കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ 3 മെഡിസിൻ കൊടുക്കും. ഞാനൊരു ടിങ്ചർ കൊടുക്കും, ഒരു ഹയർ പൊട്ടൻസി കൊടുക്കും, ഒരു അല്ലാതുള്ള മീഡിയം ഇത് കൊടുക്കും. അത് പറയുന്നതിൽ എന്താണ് തെറ്റ്? അല്ല ഡോക്ടർ പറയുന്നത് ഓക്കെ, പക്ഷെ ടീച്ചിങ് എന്ന് പറയുന്നത് വേറൊരു ഇതാണ് ഡോക്ടർ. അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അത്രേ ഉള്ളൂ. ഇതൊരു ടീച്ചിങ് ഒന്നുമല്ല, എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. തീർച്ചയായിട്ടും ഞാൻ ഓർക്കുമ്പോ പറയാം ഡോക്ടർ. അതെ, ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞ പോലെ അർജുന ഇതൊക്കെയാണ് ചെയ്യേണ്ടത്, ഇനി നിനക്ക് ഇഷ്ടം പോലെ ചെയ്യാം, നിനക്ക് വേണ്ട ചെയ്യാം, ചെയ്യാതിരിക്കാം എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അവർക്ക് ഇഷ്ടമാണെങ്കിൽ സ്വീകരിക്കുക, അവര് വേണമെങ്കിൽ ചെയ്യട്ടെ, ഇത്രേ ഉള്ളൂ. നമ്മള് ഇപ്പൊ ഹരിമാൻ തന്നെ നമുക്ക് എത്ര നല്ല വഴിയാ വെട്ടിത്തെളിച്ച് തന്നേക്കുന്നത്. ആ കല്ലും മുള്ളും ഇതുള്ള വഴി കൂടെ കാലും പൊട്ടിച്ച് ഹനുമാൻ നടന്നു പോയിട്ട് നമുക്ക് തളിട്ട് തന്നേക്കണ നല്ല പട്ടുമെത്ത വിരിച്ച വഴിയാ അല്ലേ? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഹനുമാൻ അതുപോലെ ഇതൊക്കെ ഒളിച്ചു വെച്ചിരുന്നെങ്കിലോ? ഹനുമാൻ തന്നെ ചോദിക്കുന്നുണ്ട്, ക്രോണിക് ഡിസീസിലാണോ ഓഗ്രോണിലൊന്നും അറിഞ്ഞൂടാ, ഞാൻ എൻ്റെ ഇതെല്ലാം ഞാൻ തന്നെ ഒളിച്ചു വെച്ചാൽ ഈ ഇതിൽ ആർക്കും ഉപയോഗിക്കാവുള്ളൂ, നിങ്ങൾ ഉപയോഗിച്ചില്ലേ നിങ്ങളുടെ വരും തലമുറയെങ്കിലും ഇത് ഉപയോഗിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ടെന്ന് ഹനുമാൻ തന്നെ പറയുന്നുണ്ട്. ഏതിലോ ഒരു പ്രിഫേസിലാണെന്ന് തോന്നുന്നു, അതോ ഇൻട്രഡക്ഷൻ ആണെന്ന് അറിഞ്ഞൂടാ, ഹനുമാൻ തന്നെ പറയുന്നുണ്ട്. അതുപോലെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഇവരിഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കട്ടെ, ഇല്ലെങ്കിൽ വിട്ടേക്കാം. തീർച്ചയായിട്ടും. അപ്പം രമാൻഡി മിക്കവാറും മാർച്ച് അവസാനത്തോടെ വീണ്ടും നമുക്ക് വരും. ഈ സെഷനിൽ നമുക്ക് അടുത്ത ശാന്ത ഡോക്ടറെ ആയിരിക്കും. ശാന്തചന്ദ്രൻ ഡോക്ടർ ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്, ഫെബ്രുവരി ലാസ്റ്റ് വീക്കിൽ ഒരു 10 ദിവസത്തിനകത്ത് ഇതുപോലൊരു കൂട്ടായ്മയിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തീർച്ചയായിട്ടും സൂര്യ ഡോക്ടറെയും കോൺടാക്ട് ചെയ്യുന്നുണ്ട്. വേറെ കുറെ പേരുണ്ട്. നമുക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യുക. അത് ഈ പറഞ്ഞതുപോലെ അതെല്ലാവരും അത് ക്ലാസിക്കലെന്നോ ഒന്നും പറയണ്ട, അവരവർക്ക് ഇഷ്ടമുള്ള വഴിയിൽ അവർക്ക് പോകാം. നമ്മളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അതാണ് നമ്മൾക്കുള്ള ഇത് നമ്മൾ ചെയ്തു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോ തീർച്ചയായിട്ടും രമാൻഡിയുടെ തിരക്കിനിടയിൽ ഉത്സവവും അമ്പലങ്ങളും ഒക്കെ ആയിട്ട് ഓടി നടക്കുകയാണ്. അക്കൂട്ടത്തിൽ ഞാൻ ആദ്യം പറയേണ്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഡോക്ടർ സാമുൽ ഹനുമാന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ മ്യൂസിയത്തിൽ അദ്ദേഹത്തിന്റെ എഴുത്തുമുറിയിൽ അരമണിക്കൂർ ഇരുന്ന ഒരു കഥ ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് എനിക്കൊക്കെ ഒരു മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റി. അതെ, 1 മണിക്കൂർ അദ്ദേഹത്തിന്റെ മുറിയിൽ അദ്ദേഹത്തിന്റെ കസേരയിൽ ഇരുന്നു. എതിർവശത്തുള്ള അദ്ദേഹത്തെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ഏകദേശം അദ്ദേഹത്തെ നേരിൽ കണ്ടു എന്നുള്ള ഒരു അനുഭവം പറഞ്ഞ ഒരു പ്രാവശ്യം ഞാനത് ഓർക്കുന്നുണ്ട്. അത് ഞാൻ ആദ്യമേ ഒന്ന് പറയണമെന്ന് കരുതി, ഞാൻ മറന്നുപോയതാണ്. ഓക്കെ, തീർച്ചയായിട്ടും രമാൻഡി ഇനിയും വരും, നമുക്ക് വിശദമായിട്ട് കേസ് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കുട്ടികളോട് ചോദിക്കുന്നതിന് വിരോധമില്ല കേട്ടോ. എനിക്ക് അറിയാവുന്നത് പറഞ്ഞുതരാം. തീർച്ചയായിട്ടും എല്ലാവർക്കും സുഗതൻ സാറിന്റെ നമ്പർ ഇട്ട് കൊടുക്കൂ അശോക്. നല്ല ഒരു ടിപ്പൊക്കെ ഉള്ള ഒരു ബുക്കാണ്. ഒന്ന് പറയാമോ? ഇപ്പൊ പറയാമോ കുറച്ചു പേർക്ക്? ഞാൻ പറയട്ടെ, നമ്പർ പറയട്ടെ. ഡോക്ടറുടെ നമ്പർ 8281 72 72 05 05 46. Okay.